നൊബേൽ സമ്മാന ജേതാവും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയാകും. പ്രസിഡന്റുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രധാനമന്ത്രി പദം രാജിവെച്ച ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിൽ തുടരുകയാണ്. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യ സഖ്യം ഇന്നും പാർലമെന്റിൽ ഉയർത്തും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഉള്ള അനിശ്ചിതത്വം എന്താണ്? അവർക്ക് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള അനുകൂലമായ സാഹചര്യം എന്തെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അവർ ലണ്ടനിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ നിയമപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഷെയ്ഖ് ഹസീനെ ഇംഗ്ലണ്ടിൽ കാത്തിരിക്കുന്നുണ്ട്. കാരണം അഭയം നൽകുക അഥവാ രാഷ്ട്രീയ അഭയം നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇംഗ്ലണ്ട് എത്തിക്കഴിഞ്ഞാൽ പോലും അവർക്ക് നിലവിലുള്ള ഈ ക്രമീകരണങ്ങൾ അഥവാ അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ആ വിധത്തിലുള്ള ഒരു ആനുകൂല്യം അവർക്ക് ലഭ്യമാക്കാൻ പര്യാപ്തമല്ല. കാരണം ആ രാജ്യത്ത് എത്തിയതിന് ശേഷം വേണം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഭയം ആരെങ്കിലും ആവശ്യപ്പെടാൻ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളോട് ബ്രിട്ടന് അനുകൂലമായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിൽ തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് അവിടേക്ക് പോയാൽ ബ്രിട്ടനെ സംബന്ധിച്ച് അതിനനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഒരുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. ഇതാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ ലണ്ടൻ യാത്രയിൽ നിന്ന് തടയുന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റു ചില രാജ്യങ്ങൾ അവർ പരിഗണിക്കുന്നുണ്ട്. ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കാര്യവും അവർ പരിഗണനയിലുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കകം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ബംഗ്ലാദേശിലേക്ക് മടങ്ങുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള കേസുകൾ അവരെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അത് നേരിടുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. രാജ്യത്ത് തുടരുക, ഇന്ത്യയിൽ തുടരുക എന്ന ഒരു സമീപനം അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി അവർ ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാനായി സാധിക്കുക. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് മുഹമ്മദ് യൂനുസ് പ്രധാനമന്ത്രിയാകണം എന്നുള്ളത് പ്രക്ഷോഭകരുടെ ആവശ്യമായിരുന്നു. നേരത്തെ അദ്ദേഹത്തെ ഉപദേഷ്ടാവാക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇടക്കാല പ്രധാനമന്ത്രിയാകുമെന്ന തരത്തിലേക്ക് വിവരങ്ങൾ വരുമ്പോൾ കൂട്ടിച്ചേർക്കാൻ മറ്റെന്തൊക്കെ? ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പ് ഇക്കാര്യത്തിൽ ഇല്ലെങ്കിലും പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോഗ്യൻ അദ്ദേഹമാണ്, മുഹമ്മദ് യൂസഫ് ആണ് എന്ന വിധത്തിലാണ് ബംഗ്ലാദേശ് സമൂഹം പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭം നടത്തി വന്നവർ കരുതുന്നത്. കാരണം സാമ്പത്തികമായി ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു ഘട്ടമാണെങ്കിൽ പോലും മികച്ച രീതിയിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ബംഗ്ലാദേശിന് സാധിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശിനെ കൂടുതൽ നേട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന വിലയിരുത്തലാണ് ബംഗ്ലാദേശിന് ഉള്ളത്. തുണി ഉൽപാദനം അടക്കമുള്ള മേഖലകളിൽ ബംഗ്ലാദേശിന്റെ പങ്ക് വളരെ വലുതാണ്. സമീപ ദിവസങ്ങളിൽ ഉണ്ടായ ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ബംഗ്ലാദേശിന് വലിയ തിരിച്ചടി ആ മേഖലയിലടക്കം ഉണ്ടായി. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപാദകരാണ് കൂടുതലും ഈ മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ഘടകമാണെങ്കിൽ പോലും ബംഗ്ലാദേശിന്റെ GDP നിയന്ത്രിക്കുന്ന വിഷയത്തിൽ ഈ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമായ ഒരു നേതൃത്വം ഉണ്ടായേ മതിയാകൂ. ഇന്ത്യ വിരുദ്ധത അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും വ്യവസായ അടക്കമുള്ള കാര്യങ്ങൾ അത് നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതൃത്വം ഉണ്ടായേ മതിയാകൂ. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിലവിൽ കുറച്ച് ദിവസം കൂടി ഇന്ത്യയിൽ തുടരും. കാരണം അവർക്ക് മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്ത് അഭയം എന്നുള്ളത് ഇനിയും സാധ്യമായിട്ടില്ല. അതിനിടെ മുഹമ്മദ് യൂനുസ് എന്ന നൊബേൽ സമ്മാന ജേതാവ് ഗ്രാമീണ ബാങ്ക് സ്ഥാപകനാണ്. അദ്ദേഹം അവിടെ ഇടക്കാല പ്രധാനമന്ത്രിയാകുമെന്ന തരത്തിലേക്കൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. പ്രക്ഷോഭകരുടെ ആവശ്യം അംഗീകരിച്ചു പ്രസിഡന്റ്, സൈന്യം എന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്.